ഈ വർഷം വായിച്ച പുസ്തകങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് മാറിയ 10 പുസ്തകങ്ങൾ ഞാനിവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ കാണിക്കാം. ഇതിൽ ത്രില്ലേഴ്സ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, സയൻസ് ഫിക്ഷൻ ഉണ്ട്, അഡ്വഞ്ചർ ഉണ്ട്, ഷോർട്ട് സ്റ്റോറി ഉണ്ട്. അപ്പോൾ പല ജോണറിലുള്ള പുസ്തകങ്ങളാണ്. ഈ ഓരോ പുസ്തകങ്ങളും ശക്തമായ വളരെ മികച്ച സ്റ്റോറി ലൈനുള്ള പുസ്തകങ്ങളാണ്. അതേപോലെ സ്റ്റോറി വൈസ് നോക്കിയാലും നറേഷൻ വൈസ് നോക്കിയാലും എന്നെ കംപ്ലീറ്റ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്ത വളരെ എൻഗേജിംഗ് ആയിട്ട് തുടക്കം മുതൽ അവസാനം വരെ വായിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ പുസ്തകങ്ങളാണ്. ഏതൊക്കെയാണെന്ന് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ പുസ്തകം ശിവനെടമനയുടെ ന്യൂറോ ഏരിയ ആണ്. ഡിസി ബുക്സിന്റെ സൈറ്റിൽ ആദ്യമായിട്ട് കണ്ട് താല്പര്യം തോന്നി മേടിച്ചൊരു പുസ്തകമാണ്. ഒരു ഹോസ്പിറ്റലിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന മെഡിക്കൽ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്. സയൻസ് ഫിക്ഷൻ മേഖലയിൽ നമുക്ക് പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പുസ്തകമാണ്. വളരെ എൻഗേജിംഗ് ആണ്. സ്റ്റാർട്ട് ടു എൻഡ് വളരെ എൻഗേജിംഗ് ആണ്. ഫ്യൂച്ചറിസ്റ്റിക് ആണ്. ഒരു റോബോട്ടിക് ഹോസ്പിറ്റലിലാണ് കഥ നടക്കുന്നത്. ശരിക്കും ഒരു മസ്റ്റ് റീഡ്, ത്രില്ലർ ഫാൻസിന് ഒരു മസ്റ്റ് റീഡ് ആയിട്ടുള്ള പുസ്തകമാണ്. അടുത്ത പുസ്തകം ആസിഫിന്റെ പരകായം. ഇതും വലിയ പ്രതീക്ഷകൾ ഇല്ലാതെ വായിക്കാൻ തുടങ്ങിയ പുസ്തകമാണ്. പക്ഷെ തുടക്കം മുതൽ അവസാനം വരെ നമ്മളിങ്ങനെ ഗ്രിപ്പിംഗ് എന്ന് പറയുന്ന രീതിയിൽ അത്രയ്ക്ക് ശക്തമായി നമ്മളിങ്ങനെ പിടിച്ചെടുത്താൻ പറ്റുന്ന ഒരു സൈക്കോളജിക്കൽ ത്രില്ലറാണ്. തന്റെ ഭാര്യയുടെ യഥാർത്ഥ കൊലപാതകയെ തേടി ഇറങ്ങുന്ന ദർശൻ എന്ന് പറയുന്ന ഭർത്താവിന്റെ കഥയാണ് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് പോലീസുകാർക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത ആ സൈക്കോപാത്തിന്റെ മനോവ്യാപാരങ്ങളിലൂടെയും അയാളുടെ വ്യക്തിത്വത്തിലൂടെയും ഒക്കെ ദർശൻ നടത്തുന്ന ഒരു പരകായ പ്രവേശമാണ് പുസ്തകത്തിന്റെ ഇതിവൃത്തം. ഡോക്ടർ നിഖിലേഷ് മേനോന്റെ ഹനനം. പാരലായിട്ട് പറഞ്ഞു പോകുന്ന രണ്ട് കാലഘട്ടങ്ങളിൽ നടക്കുന്ന കഥകളാണ് പറയുന്നത്. രണ്ട് കൊലപാതകങ്ങളും അതിനെ തുടർന്നുള്ള അന്വേഷണങ്ങളും ഒക്കെയാണ് പറയുന്നത്. വളരെ ഗ്രിപ്പിംഗ് ആണ്. അതിനോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എത്രത്തോളം ഭീകരമാണ്, ആ ഒരു അവസ്ഥയെക്കുറിച്ചും വളരെ നല്ലൊരു മെസ്സേജ് നൽകുന്ന പുസ്തകമാണ്. ഡോക്ടർ രജത്താർ എഴുതിയ ഫ്രൈഡേ ഫോറൻസിക് ക്ലബ്ബ്. അദ്ദേഹത്തിന്റെ ആദ്യ പുസ്തകമായിട്ടുള്ള ഒന്നാം ഫോറൻസിക് അധ്യായം എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു പുസ്തകമാണ്. അതിനുള്ള പ്രധാന കാരണം അതിലെ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറായിരുന്ന ഡോക്ടർ അരുൺ ബാലൻ IPSന്റെ ഇൻവെസ്റ്റിഗേറ്റീവ് സ്കിൽസ് ആണ്. അദ്ദേഹത്തിന്റെ അതേ സ്കിൽസിനെ വീണ്ടും ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഇതിൽ അദ്ദേഹം നേരിടേണ്ടി വന്ന ചലഞ്ചിങ് ആയിട്ടുള്ള 3 കേസുകളാണ് വരുന്നത്. അദ്ദേഹത്തിന്റെ ഫോറൻസിക് പരിജ്ഞാനവും അതുപോലെ ഒബ്സർവേഷൻ സ്കിൽസും എത്രത്തോളം അദ്ദേഹത്തെ കേസ് അന്വേഷണത്തിൽ സഹായിക്കുന്നുണ്ടെന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. മനുഷ്യ മനസ്സും അവന്റെ വികാരങ്ങളും എത്രത്തോളം സങ്കീർണമാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ചെറുകഥാ സമാഹാരമാണ് സൂരജിന്റെ വേടൻ. 15 ചെറുകഥകളിലൂടെ ഓരോ സാഹചര്യങ്ങളിലും മനുഷ്യന്റെ വികാരങ്ങൾ എങ്ങനെയാണ് മാറുന്നത്, ഇര വേട്ടക്കാരനായും വേട്ടക്കാരൻ ഇരയായും വേഷം മാറേണ്ടി വരുന്നത് അവന്റെ സാഹചര്യങ്ങൾ കാരണമാണ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമന്റ് ചെയ്യുക.